ഷാഫിഈ മദ്ഹബ് പ്രകാരം ഹറാമാക്കിയതാണ് മുടി കറുപ്പിക്കുക എന്നുള്ളത്. എന്നാൽ സ്ത്രീകളിൽ നിന്ന് ചില ആളുകൾക്ക് അത് ജായിസാണ് എന്ന് പറഞ്ഞ പണ്ഡിതന്മാരുമുണ്ട്. ആർക്കാണ് അത് അനുവദനീയമായത്? മുത്തുനബിയുടെ ഹദീസിൽ മുടി കറുപ്പിക്കുന്നതിനെക്കുറിച്ച് എന്താണ് പറഞ്ഞത്? ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് കേൾക്കാം. വീഡിയോ പൂർണ്ണമായും കാണുക, മനസ്സിലാക്കുക, മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. എല്ലാവർക്കും സുഖമെന്ന് കരുതുന്നു. ഇന്ന് വളരെയധികം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് മുടി കളർ ചെയ്യുക എന്നുള്ളത്. മൈലാഞ്ചി കൊണ്ട് കളർ കൊടുക്കുക എന്നുള്ളത്, മഞ്ഞ കളറോ അതല്ലെങ്കിൽ ചുവപ്പ് കളറോ കൊടുക്കുക എന്നുള്ളത് സുന്നത്താണ് എന്ന് മുത്തനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദീസിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ബഹുമാനപ്പെട്ട അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അവിടുന്ന് മക്കം ഫതഹിൻ്റെ സമയത്ത് അദ്ദേഹത്തിൻ്റെ പിതാവിനെ ആ മക്കം ഫതഹിൻ്റെ സ്ഥലത്തേക്ക് കൊണ്ടുവന്ന സമയത്ത് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുത്തെ പിതാവിലേക്ക് നോക്കുന്ന സമയത്ത് തലയും മുടിയും എല്ലാം വെളുത്തിരിക്കുന്നു. പൂർണ്ണമായും നരബാധിച്ച് വെളുത്തതായിരിക്കുന്ന സമയത്ത് ആ മുത്തുനബി തങ്ങൾ അവിടുന്ന് പറഞ്ഞു, വയ്യറു ബി ആദശൈഅ, നിങ്ങൾ മൈലാഞ്ചി കൊണ്ട് അദ്ദേഹത്തിനിക്ക് നിങ്ങൾ മുടിയിൽ കളറ് വ്യത്യാസം വരുത്തണം, കളറ് പൂശണം. എന്നിട്ട് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, വജ്തനിബു സവാദ, കറുപ്പിനെ നിങ്ങൾ ഒഴിവാക്കണേ എന്ന് മുത്തുനബി അവിടെ പ്രത്യേകം പറഞ്ഞത് കാണാൻ കഴിയും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഒരു ഹദീസിനെ നമുക്ക് വായിച്ചെടുക്കാൻ കഴിയും. യകൂനു ഖൗമുൻ ഫി ആഖിരി സമാൻ, അവസാന കാലഘട്ടത്തിൽ ഒരു സമൂഹം ഇവിടെ വരാനുണ്ട്. യളിബൂന ബിസ്സവാദി, അവര് കറുപ്പ് കൊണ്ട് ചായം പൂശുന്നവരാണ്. കഹവാസുലിൽ ഹമാം, മേടപ്രാവുകളുടെ ആ ചിറകുകൾ പോലെ. ലാ യരീഹൂന റാഹിഹത്തൽ ജന്ന, അങ്ങനെ കറുപ്പ് പൂശുന്ന ആളുകൾക്ക് സ്വർഗത്തിൻ്റെ പരിമളം പോലും വാസനിക്കാനാവുകയില്ല എന്ന് മുത്തുനബി പറഞ്ഞ ഹദീസിൽ നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ എത്രമാത്രം ഗൗരവമാണ് മുടി കറുപ്പിക്കുക എന്നുള്ളത് നാം ഒന്ന് ആലോചിക്കേണ്ടതുണ്ട്. നെഞ്ചത്ത് കൈവച്ചുകൊണ്ട് ആലോചിക്കേണ്ട വിഷയമാണത്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മറ്റൊരു ഹദീസിൽ പറഞ്ഞത് കാണാം, മൻ ഖല്ലബ സവാദുൻ, ആരെങ്കിലും മുടി കറുപ്പ് നിറം കൊണ്ട് കളർ കൊടുത്തു കഴിഞ്ഞാൽ സവ്വദല്ലാഹു വജ്ഹഹു യൗമൽ ഖിയാമ, അവൻ്റെ മുഖം അല്ലാഹു തആല ഖിയാമത്ത് നാളിൽ കറുപ്പിച്ച് കളയുമെന്ന് കാണാം. അപ്പോൾ മുടി കറുപ്പിക്കുക എന്നുള്ളതിൻ്റെ ഗൗരവം എത്രമാത്രമുണ്ട് എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. ഷാഫിഈ മദ്ഹബിലെ പ്രബലമായ അഭിപ്രായ പ്രകാരം തുഹ്ഫ പോലത്തെ കിതാബുകളിൽ പറഞ്ഞത് കാണാം, മുടി കറുപ്പിക്കൽ പുരുഷന്മാർക്കും സ്ത്രീകൾക്കും ഹറാമാണ് എന്ന് പറഞ്ഞത് കാണാൻ കഴിയും. ഇവിടെ സ്ത്രീകളിൽ നിന്ന് ഒരു വിഭാഗം സ്ത്രീകൾ ഒഴിവാക്കിയിട്ടുണ്ട്. ആ സ്ത്രീകൾ ആരാണ്? ഭർത്താവ് നാട്ടിലുള്ളതായിരിക്കുന്ന സ്ത്രീകൾ. ഭർത്താവിൻ്റെ സമ്മതത്തോടുകൂടി അവർക്ക് മുടിയിൽ കളർ കൊടുക്കാം, കറുപ്പ് കളർ കൊടുക്കാം. എന്നിട്ട് തന്നെ അവിടെ തന്നെ നാം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. കറുപ്പ് കളർ കൊടുക്കുമ്പോൾ മുടിയിലേക്ക് വെള്ളം ചേരുന്നതിനെ തടയുന്ന കളർ പോലത്തതാണെങ്കിൽ അത് പറ്റുകയില്ല. കാരണം വുളൂ ശരിയാവുകയില്ല. അതുപോലെ തന്നെ വലിയ അശുദ്ധിയുടെ കുളിയും ശരിയാവാത്ത അവസ്ഥയുണ്ടാവും. പുരുഷന്മാരിൽ പല ആളുകളും വലിയ എയർ കളർ കൊണ്ട് പരസ്യങ്ങൾ കണ്ടുകൊണ്ട് അതിൽ മോഡേണായിരിക്കുന്ന എയർ കളറുകൾ കൊണ്ട് മുടിയിൽ ചായം പൂശുന്നവരുണ്ട്, താടിയിൽ ചായം പൂശുന്നവരുണ്ട്. ഇവരൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, ഹറാം ചെയ്യുന്നതോടൊപ്പം തന്നെ അവരുടെ മുടിയിലും മുഖത്തൊക്കെ താടിയിലൊക്കെ ചായം പൂശുന്നവർ വുളൂ ചെയ്യുന്ന സമയത്ത് അവരുടെ മുഖത്ത് താടി രോമങ്ങൾ നനയാത്ത, വെള്ളം ചേരാത്ത ഒരവസ്ഥയുണ്ടാകും. അതുകൊണ്ട് അവരുടെ വുളൂഹും സ്വഹീഹ് ആവുകയില്ല. ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചുകൊണ്ട് നിങ്ങൾ മൈലാഞ്ചി കൊണ്ട് നിങ്ങൾ ചുവപ്പിക്കുകയോ മഞ്ഞ കളറാക്കുകയോ ചെയ്താൽ അത് ഒന്നുകൂടെ നിങ്ങൾക്ക് സുന്നത്ത് ലഭിക്കുകയും ഇസ്ലാം പറഞ്ഞ രീതിയിലുള്ള ഭംഗി നിങ്ങൾക്ക് ലഭിക്കുകയും ചെയ്യും. കറുപ്പ് കളറിൽ നിന്ന് നിങ്ങൾ ഒഴിവാകണേ എന്ന്
ഒരിക്കൽ കൂടി നിങ്ങളോട് ഓർമ്മപ്പെടുത്തുകയാണ്. കാരണം ആ 2 ഹദീസുകളിൽ മുത്തുനബി പറഞ്ഞത്, ഒന്ന് സ്വർഗത്തിൻ്റെ പരിമളം പോലും അവർക്ക് ആസ്വദിക്കാൻ കഴിയില്ല. മറ്റൊരു ഹദീസിൽ പറഞ്ഞത് അവരുടെ മുഖം ഖിയാമത്ത് നാളിൽ കറുപ്പിച്ച് കളയുമെന്നാണ്. ഈ 2 ഹദീസിനെയും നാം ഗൗരവത്തിലെടുത്തുകൊണ്ട് നാം ചിന്തിക്കുക. കറുപ്പ് കളർ കൊടുക്കുന്നതിൽ നിന്ന് നാം മാറി നിൽക്കാൻ വേണ്ടി ശ്രമിക്കുക. അല്ലാഹു തആല നമ്മെ എല്ലാവരെയും നന്നാക്കി തരുമാറാകട്ടെ. ഈ വീഡിയോ നിങ്ങളെല്ലാവരിലേക്കും ഷെയർ ചെയ്യണമെന്ന് ഓർമ്മപ്പെടുത്തി വീഡിയോക്ക് ഒരു ലൈക്ക് കൂടി ചെയ്യുക. മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. സ്നേഹത്തോടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.